രമേ, ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്നതല്ലേ? കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണം. ഇത്ര നാളെ ഞാൻ കണ്ടില്ലെന്ന് വെച്ചു. എനിക്കിവിടെ ഉറക്കൊന്ന് ചിരിക്കാൻ പാടില്ല, പുറത്താരോടും മിണ്ടാൻ പാടില്ല. ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോ പറയാ അറിയാൻ വയ്യാത്തവരാവുന്നു തുടണ്ടാന്ന്. എന്താ ഞാനിതൊന്നും കണ്ടിട്ടില്ലേ? അമ്മയുടെ സ്വഭാവം അതാണെന്ന് വെച്ച് അതങ്ങനെ സഹിക്കുക. വേണ്ട, ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നൊന്നുമല്ലല്ലോ. എനിക്കും വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണ് എന്നെ വളർത്തി ഇതുവരെ ആക്കിയത്. നീ വന്നെന്ന് കരുതി അമ്മയെ പിടിച്ച് പുറത്താക്കാനൊന്നും എനിക്ക് പറ്റില്ല. വേണ്ട, ഞാൻ പുറത്തു പോയേക്കാം. അതാണല്ലോ ആവശ്യം. ഇവിടെ കാലുകുത്തി അന്ന് മുതൽ കേട്ടു തുടങ്ങിയത് ഓരോ കുത്തുവാക്കൾ. അമ്മായിമ്മ പോരെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു പോര് ഞാൻ കണ്ടിട്ടില്ല. കൂടുതൽ സംസാരിക്കണ്ട. ഇന്നലെ കയറി വന്ന നീ ഇവിടെ ഭരിക്കാന്ന് വിചാരിക്കണ്ട. ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്റെ അമ്മ എനിക്ക് വലുതാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീ. രാജാവ് പറഞ്ഞു, ധർമ്മിഷ്ഠൻ മുനിരാജാവിനാൽ ശപിക്കപ്പെട്ടതെന്തിന്? നടുവകത്തെ അയലിന്മേൽ വെള്ളത്തുണി ഞാത്തിയിടും, പഞ്ഞി കൊണ്ട് മീശയും താടിയും വെക്കും. നിഴൽ നാടകം. അമ്മയാണ് എന്നും കാഴ്ചക്കാരി. എനിക്കന്ന് 5 വയസ്സാ. ഇത്രയും കൂടി വലുതായപ്പോൾ കാലൂന്ത് വയലിലെ വെള്ളരിപ്പന്തലിലേക്ക് അരങ്ങ് മാറ്റി. വിഷമമാണ്. ഒരു സുപ്രഭാതത്തിൽ അഭിനയത്തോട് വിട പറയണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല. ഇത്രയും കാലം അഭിനയിച്ച ഏട്ടൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. നേട്ടോ അത് തന്നെ. ഭാവിയെ പറ്റി ഒന്നും ആലോചിക്കേണ്ടെന്നാണോ? ഞാൻ മുരളിയേട്ടനോട് പറയാം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള സഹായം. അല്ലേ? എനിക്ക് സൗകര്യമില്ല. ഒരു നാടക നടന്റെ ഭാര്യയായിട്ടാണ് നീ വീട്ടിലേക്ക് വന്നത്. കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട.